പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ 6ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ദമ്പതികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കുഞ്ഞു പ്രയാസങ്ങളൊക്കെ ആയിട്ട് അല്പം നീരസത്തിലൊക്കെ കഴിയുന്ന, പരസ്പരം പങ്കുവയ്ക്കാൻ പറ്റാത്ത, പരസ്പരം ഷെയറിങ്ങിനൊന്നും പറ്റാത്ത രീതിയിൽ അല്പാൽപമായിട്ടൊക്കെ അകന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ എന്ന ഒരേ കുടുംബത്തിൽ കഴിയുന്നു, മക്കളുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പരസ്പരം എളിമപ്പെടാനും പരസ്പരം പങ്കുവയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്നേഹവും, ഇത് എനിക്ക് യേശു നൽകിയ പങ്കാളിയാണെന്ന തിരിച്ചറിവോടുകൂടി തൻ്റെ ഇണയെ സ്നേഹിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടിക്കുന്ന, പ്രത്യേകിച്ച് ദമ്പതികൾക്ക് വേണ്ടി, ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനം. അവിടെ യേശു പറയാണ്, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇത് പ്രിയ സഹോദരങ്ങൾ 2 ദിവസമായിട്ടാണ് ഇന്നും നാളെയുമായിട്ടാണ് ഈ വചനം നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ഭാഗം പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. രണ്ടാമത്തെ നാളെ നമ്മൾ പഠിക്കുന്നത് നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ സഹോദരങ്ങളെ, ഓൾറെഡി യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന്, യേശു ഇന്നും ജീവിക്കുന്നവനാണ്, യേശു ഇന്നും നമ്മെ സ്നേഹിക്കുന്നുണ്ട്. യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ എത്രയോ മനോഹരമായിട്ടാണ് സഹോദരങ്ങളെ വചനം വെളിപ്പെടുന്നത്. നമ്മൾ എത്രമാത്രം യേശുവിൽ നിന്ന് അകന്നുപോയാലും ഇരു കരങ്ങളും നീട്ടി നമ്മെ മാറോട് ചേർക്കുന്ന സ്നേഹം, അതല്ല ധൂർത്തപുത്രൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ധൂർത്തപുത്രനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ യേശുവിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനോ കുമ്പസാരിക്കാനോ നന്നായിട്ടൊന്ന് ബലിയർപ്പിക്കാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ഞാൻ അതുപോലെ തകർന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ ദൈവമേ, ഒന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്നൊക്കെ ഒരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകാം. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മകനെ, പ്രിയ മകളെ, യേശു നിന്നെ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യേശു നിന്നെ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കൃപ, ഈ ഒരു അഭിഷേകത്തിലേക്ക് വളരാൻ നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. നീ വലിയ ദുരിതത്തിലായിരിക്കും, വലിയ കഷ്ടപ്പാടിലായിരിക്കും, വലിയ നിരാശയിലായിരിക്കും. ഒരു പക്ഷേ സഹോദര, സഹോദരി, യേശു പക്ഷേ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, എന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, യേശു ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈശോ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ എത്രമാത്രം അധപതിച്ച അവസ്ഥയിലാണെങ്കിലും ഈശോ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ വന്ന് അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ശരിക്കും സാത്താൻ പ്രവേശിച്ചിട്ടുള്ള കുടുംബങ്ങളെ, ദമ്പതികളെ പ്രത്യേകം ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ തിരിച്ചറിവ് നൽകണമേ. പരസ്പരം എളിമപ്പെടാനും വിധേയപ്പെടാനും വേണ്ട കൃപ എല്ലാ ദമ്പതികൾക്കും, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളുള്ള ദമ്പതികൾക്കും അങ്ങ് നൽകണം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.